ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിന് ഡ്രാഗൺ ബോളിനെ പറ്റി ഉണ്ടായതിനെ പറ്റി. അതായത് സെക്കൻഡ് ടൈമാണ് ഇന്റർനെറ്റ് ക്രാഷ് ചെയ്യുന്നത്. അതായത് ഡയമണ്ട് സീരീസ് SSJ4 ആണ്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കംബാക്കാണ് ഡ്രാഗൺ ബോൾ വന്നേക്കുന്നത്. എന്താ പറയുക, ഫസ്റ്റ് ഇന്റർനെറ്റ് ക്രാഷ് ചെയ്ത് 2017 അതായത് ബാറ്റിൽ ഓഫ് യൂണിവേഴ്സ് തമ്മിൽ. പിന്നെ ഇതിപ്പോ സെക്കൻഡ് ടൈം ഡൈമ. അതായത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലത്തെ ഒരു കംബാക്ക്. ആസ് എ ഡ്രാഗൺ ബോൾ ഫാൻ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കട്ടെ. SSJ4 എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ, അതായത് ഡ്രാഗൺ ബോൾ GT SSJ4 വന്നത് ട്രാൻസ്ഫോർമേഷൻ. അതുപോലെ തന്നെ അതിൽ വേറെ സർപ്രൈസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സസ്പെൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തൊരു ഫ്യൂഷൻ ക്യാൻഡീനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡ് എപ്പിസോഡ് തേർഡ് എപ്പിസോഡാണ് ഞാൻ പറയുന്നത്. ഒരു ഫ്യൂഷൻ ക്യാൻഡി ബഗിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സസ്പെൻസ് ആണത്. ഒരു സർപ്രൈസ് ഫ്യൂഷൻ പ്രതീക്ഷിക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ടോറിയാമയുടെ സ്റ്റോറിയാണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് പുള്ളി പോകുന്നതിന് മുമ്പ് തന്നിട്ടുള്ള സ്റ്റോറിയാണ്. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് സ്റ്റോറി. പിന്നെ IMDb പ്രകാരം 2025 ടോപ്പ് 2-ലുണ്ട്. 9.7 റേറ്റിംഗ് ഉണ്ട് ഡ്രാഗൺ ബോൾ ഡൈമക്ക്. അപ്പോൾ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് എപ്പിസോഡ്സ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാൻ. ഇനി കുറച്ച് എപ്പിസോഡുകൾ ബാക്കിയുണ്ട്. അപ്പോൾ ലെറ്റ്സ് വാച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. എന്തായാലും ഇനിയിപ്പോൾ എപ്പിസോഡ് 19 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ്, ബൈ.